പോകുന്ന പലരും അവസരം വരുമ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ ദൈവത്തോട് അടുത്തിരിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. മറ്റെല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ദൈവത്തിൻ്റെ കരുതൽ. ഓ ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. മതി. 11ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് എൻ്റെ വിശ്വാസം. 3ാം വാക്യം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. 11ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. 3ാം വാക്യത്തിൽ ഗത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഭ്രാന്താന്നൊക്കെ അഭിനയിച്ചായിരുന്നു. നമുക്ക് ആ കഥയൊക്കെ അറിയാം. സ്വന്തം തുപ്പല് വാരി മുഖത്തൊക്കെ പുരട്ടി ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ഗത്തി വെച്ച് എന്ത് ചെയ്തു? താൻ അഭിനയിച്ചു. അത് പ്രസംഗിക്കാൻ പോയ നമ്മുടെ സമയം പോകും. താൻ ജീവന് ഭീഷണിയുണ്ടെന്നറിഞ്ഞ് ഭയപ്പെട്ടു. ഭയപ്പെട്ടപ്പോൾ തൻ്റെ കൈക്കരുത്തിൽ ആശ്രയിച്ചെന്നല്ല. തൻ്റെ കൈക്കരുത്തറിയാമോ? 40 രാവും 40 പകലും വെല്ലുവിളിച്ചവനെ ഒറ്റയ്ക്ക് എറിഞ്ഞിട്ടവനാ, ഒറ്റയ്ക്ക് കരുത്ത് വെട്ടിയവനാ, ഒരു സിംഹത്തെ കീറിക്കളഞ്ഞവനാ, ഒരു കരടിയെ അടിച്ചു കൊന്നവനാ. കൈക്കരുത്തുണ്ട്. എന്നേരം തൻ്റെ ബലത്തിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ സ്വാധീനങ്ങളിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ രാഷ്ട്രീയ പിൻബലത്തിൽ ആശ്രയിച്ചെന്നല്ല, തൻ്റെ ഡിപ്പാർട്ട്മെന്റുകളിലെ പിടിപാടുകളിൽ ആശ്രയിച്ചെന്നല്ല. താൻ ഭയപ്പെട്ടപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ വൈതരണികളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നിനക്ക് ആശ്രയിക്കാൻ ഒരുവനുണ്ട്. അത് നിന്റെ ദൈവമാ. ഓ റബലമനഗശ് ഷൈഡരാധരാധകൽക്കമനവശസ്യ. അവരെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, മറ്റൊന്നിലും നീ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നവരെ ഞാൻ ഏറ്റു, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയുന്നവരൊന്നും ഏക്കത്തില്ല. അവരേറ്റാലും ഒന്നും നടക്കത്തില്ല. അതറിഞ്ഞ ദാവീദ് കൈക്കരുത്തിൽ ആശ്രയിച്ചില്ല. ഒരു രോമത്തിന് ഉന്നം പഴിക്കാതെ എറിയാൻ അറിയാവുന്നവനാണ്, നന്നായി പൊരുതാൻ അറിയാവുന്നവനാണ്. തൻ്റെ കൂടെ നല്ലൊരു സൈന്യമുണ്ട്. ശക്തനായ സൈന്യാധിപൻ യോവാബുണ്ട്. നല്ല ദൂത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അഹീതോബേലുണ്ട്. നല്ല ആലോചന പറയുന്ന സ്നേഹിതരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്യാവശ്യം വന്നാൽ ഏഫോദ് കൊണ്ട് കൊടുക്കുന്ന പുരോഹിതനുണ്ട്. വിശന്നാൽ ആലയത്തിലെ മേശയിലെ അപ്പം കൊണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ എങ്ങുമല്ല ആശ്രയിച്ചത്. അവൻ ആശ്രയിച്ചത് അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിലാണെങ്കിൽ ഇന്ന് രാവിലെ മറ്റൊന്നിലും ആശ്രയിക്കാതെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ, ഓ റികലമന രബ ശബ്ദരാധരാധരാജന റൗഷ സൈഡേ റികലമന ബരബരബസ്. ആരോ പണ്ട് പറഞ്ഞു, ഞാൻ പാതി ദൈവം പാതി. അങ്ങനെ ഒരു സംഭവമില്ല. ആരുടെയും പാതി ചെയ്യുന്ന ആളല്ല ദൈവം. നീ ചെയ്ത പകുതിയുടെ ബാക്കി ചെയ്യാൻ വരുന്ന ആളല്ല ദൈവം. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞ് യഹോവയിൽ ആശ്രയിക്കുകയും പകുതി ആശ്രയിക്കുകയും ചെയ്ത്. അങ്ങനാണോ? അല്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. ഇന്ന് രാവിലെ ഒന്ന് മുറുകെ പിടിച്ച നീ പാതിയും ദൈവം പാതിയൊക്കെ വിട്ടേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പൂർണ്ണമായിട്ട് കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെട്ടല്ലാതെ, നീ ഇറങ്ങി വന്നല്ലാതെ, നിന്റെ കരം ചലിച്ചല്ലാതെ എനിക്കൊരു വിടുതലില്ല. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുകയാണ്. ഈ രാവിലെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ. ഓ റബലമനരഗദരൗശാരമനഗൽകരാദരവശസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിൻ്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അടുത്ത വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിക്കുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞ്. ഈ മനുഷ്യനിപ്പോൾ ഉഴലുക. ആദി ഗഹ്വരങ്ങളിൽ പാർത്തു,
പിന്നെ ഗുഹകളിൽ പാർത്തു, പിന്നെ നാട് വിട്ട് എത്തിപ്പോയി, മരുഭൂമിയിൽ പോയൊരു വേഴാമ്പലിനെ പോലെ അലഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു ചത്ത നായെ കൊല്ലാൻ ഓടുന്നത് പോലെ പുറകെ മനുഷ്യൻ ഓടി. ഒരു ചെള്ളിനെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിച്ചു. മരണവും താനും തമ്മിൽ ഇനി ആകപ്പാടെ ഒരടി അകലമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. താൻ ഉഴലുകയാണ്. ഉയലുമ്പോൾ താൻ പറഞ്ഞു, എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. അത് ഭാര്യ അറിഞ്ഞു കാണത്തില്ല, അത് നിന്റെ ഭർത്താവ് അറിഞ്ഞു കാണത്തില്ല, അത് മീകലിനറിയത്തില്ല, അത് അബീഗയിലിനറിയത്തില്ല, അത് മക്കൾ അബ്ശാലോമിനോ അദോനിയാവിനോ അറിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടാളത്തിന് നേതാവായ യോവാവിനറിയത്തില്ല. പക്ഷെങ്കിൽ ഉഴൽച്ചകളെ എണ്ണുന്നൊരു ദൈവം ഈ രാവിലെ എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ആരോടും പറയാതെ രാത്രിയുടെ യാമത്തിൽ കിടന്ന് അയ്യം വിളിച്ച് കരഞ്ഞ കണ്ണുനീര് ആ തലവണെ പതികയല്ല, തുരുത്തിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ആരും കാണാതെ നീ കരഞ്ഞ കണ്ണുനീര് തുരുത്തിയിൽ എണ്ണിയിട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. ഹലോ, എന്നൊക്കെയാ കരഞ്ഞെന്ന്? 2026 ജനുവരി 1-ാം തീയതിയാണോ, ഫെബ്രുവരി 13-ാം തീയതിയാണോ, മാർച്ച് 7-ാം തീയതിയാണോ? നീ എപ്പോഴൊക്കെയാ കരഞ്ഞതെന്ന് പുസ്തകത്തിൽ കുറിച്ചു. നീ ആ പുസ്തകം കണ്ടില്ല, പക്ഷെ അവന്റെ പുസ്തകത്തിൽ അതുണ്ട്. ഇന്ന് രാവിലെ അത് അളക്കുന്ന ദിവസമാണ്. നീ കരഞ്ഞ കണ്ണുനീര് അവൻ അളന്നിട്ട് അതിന് മറുപടി തരുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഉലകത്തിൽ ആരും അറിയാതെ നീ കരഞ്ഞ കണ്ണുനീരുകളെ അളന്ന് ഈ പകൽ ആരോടൊക്കെയോ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ ഉയർച്ചകളെ അവൻ എണ്ണുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നവര് 9-ാമത്തെ വാക്ക്, ഞാനൊന്ന് വിളിച്ചു. ആ വിളി സാധാരണ വിളിയായിരിക്കത്തില്ല കേട്ടോ. ഹിസ്കിയാവേ, നീ മരിക്കും, ഈ രോഗം മരണത്തിനാ, ഇതോടെ പരിപാടി ക്ലോസ് ആകുക, അതുകൊണ്ട് വേണമെങ്കിൽ വീട്ടുകാരെയൊക്കെ ഒന്ന് ക്രമീകരിച്ചോളാൻ പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ ഉടനെ പിള്ളേരെ എല്ലാം വിളിച്ച് ആധാരമെല്ലാം എഴുതി ആ പിള്ളേർക്ക് ഇന്നതാന്നൊക്കെ പറഞ്ഞ് കൊടുത്തേനെ. ഹിസ്കിയാവ് അതൊന്നും ചെയ്തില്ല. നേരെ ചുമരിന് നേരെ ഒന്ന് തിരിഞ്ഞു. അവൻ്റെ ചരിത്രം ആ ചുമരിനറിയാം. ഇന്നലെ അവൻ ആരായിരുന്നതും ഇന്ന് ആരാണെന്നും ഏത് സാഹചര്യത്തിൽ പോകുന്നൊക്കെ അറിയാം. അവൻ അങ്ങോട്ട് തിരിഞ്ഞൊരു ഒറ്റ വിളി വിളിച്ചു. അത് നമ്മളൊക്കെ വിളിക്കുന്ന പോലല്ല വിളിച്ചേ. അയ്യോ യഹോവേ, ഒരു സ്തോത്രം പറയണം. അയ്യോ, സ്വർഗം അവിടെ നിന്നെന്ന് പ്രവചിച്ചേച്ച് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയ മനുഷ്യനോട് പറഞ്ഞു, തിരിച്ചെല്ലാം പറഞ്ഞു. എൻ്റെ ഭക്തന്റെ ഒറ്റ വിളി, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ, ഇന്ന് പകൽ നീ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രവാചകൻ ചത്തുപോമെന്ന് പറഞ്ഞു, അതേ പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു 15 വർഷം കൂട്ടിയേക്കുക. നിന്റെ ആയുസ് നിർണയിക്കുന്നത് ഇവിടുത്തെ വൈദ്യനല്ല, ഇവിടുത്തെ മെഡിക്കൽ അല്ല, ഇവിടുത്തെ ആയുർവേദമല്ല, ഇവിടുത്തെ ഫിസിയോതെറാപ്പി അല്ല. നിന്റെ ആയുസ് നിശ്ചയിക്കുന്നത് നിന്നെ ഇവിടെ അയച്ചവനാണ്. അവന് നിന്നെ കുറിച്ച് ഇനിയും പദ്ധതി ഉണ്ടെങ്കിൽ സംവത്സരങ്ങളെ ദൈർഘ്യമാക്കി ആയുസിനെ നീട്ടി പദ്ധതികളെ നിവർത്തിക്കാൻ ദൈവം മതിയായവനാണെന്ന് ഈ രാവിലെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ ഈ ദാവീദിനെ മരണത്തിന്റെ കയറുകൊണ്ടങ്ങ് കിട്ടി, മരണക്കയർ. അതിന് ദാവീദിട്ട പേര് മരണപാശങ്ങൾ എന്നെ ചുറ്റി. എന്നിട്ട് സാധാരണ വേദനയല്ല, ഈ ധനവാൻ യാതനാസർദ്ധ കിടന്നപ്പോൾ അനുഭവിച്ച വേദനയില്ലേ, ആ വേദനയുടെ പേര് പാതാള വേദന. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? മനുഷ്യൻ സഹിക്കുന്ന വേദനയല്ല, പാതാള വേദന. ഒന്ന് മരണത്തിന്റെ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു വെച്ചേക്കുക. കൈയടിക്കാൻ വയ്യ, സ്തോത്രം പറയാൻ വയ്യ, ആരാധിക്കാൻ വയ്യ, മുഴങ്കാലുമടക്കാൻ വയ്യ, വരിഞ്ഞു മുറുക്കിയേക്കുക. മരണക്കയർ, വേദന, പാതാള വേദന. അപ്പൊ സാധാരണ വിളി വിളിച്ചാൽ പോരാ,
നമ്മൾ ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ഇങ്ങനെ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒറ്റ വിളിയാണ്, അയ്യോ യഹോവേ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ സംവത്സരങ്ങളെ ദൈവം നീട്ടിയെങ്കിൽ അനുഭവിച്ച ഭക്തൻ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. അപ്പോളെ എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞു. യുദ്ധം ചെയ്തില്ല, കൈക്കൂലി കൊടുത്തില്ല, രാഷ്ട്രീയ സ്വാധീനം ചെലവാക്കിയില്ല, പൈസ കൊടുത്തൊന്നും ചെയ്തില്ല. ആകെ ദൈവത്തെ ഒന്ന് വിളിച്ചു. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഈ വലിയ പ്രശ്നത്തിന് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ ഒന്ന് വിളിച്ചു, ഒന്ന് അപേക്ഷിച്ചു. എന്നേരമേ ശത്രുക്കൾ ചിതറി. എൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു. അവർക്ക് മനസ്സിലായി ദൈവം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന് അനുകൂലമാണ്. സ്തോത്രം പറഞ്ഞില്ല. ദൈവത്തെ വിളിക്കുന്ന ഈ മനുഷ്യൻ അനുകൂലമാണ് ദൈവമെന്ന് ശത്രുക്കൾക്ക് മനസ്സിലായെന്ന്. ഇന്ന് രാവിലെ നീ ഇവിടെ കഷ്ടപ്പെട്ട് ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ആരാധനയ്ക്ക് വന്നപ്പോൾ ദൈവാത്മ പറഞ്ഞു, നീ ഇവിടെ വന്നതും ഇരുന്നതും എഴുന്നേക്കുന്നതുമെല്ലാം അറിയുന്ന ദൈവം ഇന്ന് രാവിലെ പടപൊരുതാൻ അടുത്തു വന്ന ചില പോരുകൾ പിന്തിരിഞ്ഞു പോകുന്നത് പോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവര് നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ അല്ലെ ആഞ്ഞടുത്തു വരുന്ന ചില പോരുകൾ പിന്തിരിഞ്ഞോടുന്നത് പോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ ഭയപ്പെട്ട മനുഷ്യൻ പറയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഇനി ഭയപ്പെടുകയില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം കൂടാതെയുള്ള ഭയം. രാവിലെ ഉണരുമ്പോഴേ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആരാ ഫോണിൽ വിളിക്കാൻ പോകുന്നത്, ആരാ കോളിങ് വല്ല അടിക്കാൻ പോകുന്നത്, ആരാ വീട്ടിലോട്ട് വരാൻ പോകുന്നത്. പ്രൈസലോ, ഭയം. ഇന്ന് രാവിലെ എല്ലാത്തിനും പരിഹാരം ദൈവത്തെ ഒന്ന് വിളിച്ചു, ദൈവത്തിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിച്ചപ്പോൾ അവൻ്റെ മാനുഷിക ഭയങ്ങളെല്ലാം മാറി. ഇന്ന് രാവിലെ ഭയപ്പെട്ടിരിക്കുന്ന ആരോ ഉണ്ടെന്ന് ദൈവാത്മ പറയുന്നു. നിന്റെ അകത്തെ ഭയങ്ങൾ ഈ രാവിലെ മാറണം. ഹല്ലേലൂയ. രോഗം വരുമെന്നുള്ള ഭയം, വഴി അടയുമെന്നുള്ള ഭയം, ജോലി കിട്ടത്തില്ലെന്നുള്ള ഭയം, PR അടിക്കത്തില്ലെന്നുള്ള ഭയം, വിവാഹം നടക്കത്തില്ലെന്നുള്ള ഭയം, തലമുറ ജനിക്കത്തില്ലെന്നുള്ള ഭയം, കാരണം കൂടാതെ ആവശ്യമില്ലാത്ത ഭയങ്ങൾ നിന്നെ അലട്ടുന്ന ദൈവാത്മാവ് ദൂത് പറയുകയാ. ഇന്ന് രാവിലെ ആ ഭയങ്ങളെല്ലാം ഒന്ന് മാറിക്കേ. നീ പറ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്തേ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ പറ. ഉറപ്പാണോ? ഭയം മാറിയ മനുഷ്യൻ പറയാണ്, മനുഷ്യൻ എന്നോട് എന്നോ ചെയ്യാൻ കഴിയും. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇനി ഒരു മനുഷ്യനും എന്നോട് ഉറപ്പ് പ്രാപിച്ച് ഈ ആലയം വിടാവൂ. ഈ ആലയത്തിൻ്റെ ലിഫ്റ്റ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ നീ ധൈര്യം പ്രാപിക്കണം. ഇന്ന് കേട്ട ദൂത് എന്നോടായിരുന്നു. ഞാൻ ആവശ്യമില്ലാതെ പതിനെ ഭയപ്പെടുകയാണ്. ആ ഭയം നിന്നെ ബലഹീനനാക്കുന്നു, ആ ഭയം നിന്നെ രോഗിയാക്കുന്നു, ആ ഭയം നിന്നെ ശാരീരികമായി ക്ഷീണിപ്പിക്കുന്നു, ആ ഭയം നിന്നെ മാനസികമായി അലട്ടുന്നു, ആ ഭയം നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാക്കുന്നു, ഒന്ന് പാടാൻ കഴിയാത്തവനാക്കുന്നു. ഇന്ന് രാവിലെ ഭയം മാറിയാൽ ഹല്ലേലൂയ, അകത് സൗഖ്യം, ആന്തരിക സൗഖ്യം, ബാക്കി സൗഖ്യം. ദൈവാത്മ പറയുന്നത് രാവിലെ ഒരു സൗഖ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ മേൽ ഹല്ലേലൂയ നാളുകളായി രോഗമല്ല ഭയം മൂലമുണ്ടായ ചില രോഗങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങളെ വിട്ടുമാറുവാൻ ഞാൻ ആത്മാവി കൽപ്പിക്കുകയാ. യെസ്, അകത്തൊരു സൗഖ്യം. ഓ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ദൂത് പറയാൻ പോവാ. ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്നവനും സേവിക്കാത്തവനുള്ള വ്യത്യാസം നിങ്ങൾ എണ്ണിക്കുറിച്ചിട്ടോ ഈ ദിവസങ്ങളിൽ ദേശത്ത് വെളിപ്പെടും. നീ ആരാണെന്ന ദേശം അറിയാൻ പോകുകയാ. നീ ആരിൽ ആശ്രയിച്ചെന്ന ദേശം അറിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ സേവിക്കുന്ന ദൈവം ആരെന്ന്
ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പണ്ട് ഏത് വിഷയത്തെയും സധൈര്യം നേരിടാനുള്ള മനക്കരുത്ത് നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ നീ മാനസികമായി അല്പം ബലഹീന, ശാരീരികമായി ബലഹീന. പക്ഷെ ഒരു വാക്യമുണ്ട്, ബലവാനും, ഉറക്കെ പറ, ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ, സ്തോത്രം പറയണം, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ നിനക്ക് വേണ്ടി, ബലഹീനന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നവരെ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ശക്തമായി ദൈവാത്മാവ് പറയുന്നു, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ മേഖലകളിൽ ബലഹീനനായവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഓ ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം എനിക്ക് അനുകൂലം ആണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈ ഉയർത്തിയവരല്ലേ പറഞ്ഞു. ദൈവം അനുകൂലമെങ്കിൽ ബാക്കി നിങ്ങൾ പറ. പ്രതികൂലം ആര്? ചോദിക്കേ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ പറവോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വിട്ടയക്കാൻ പറയാൻ നിങ്ങളുടെ ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. അയ്യോ, ചെങ്കടലിനകത്തിരുന്ന് വാ പൊളിച്ച് വെള്ളം കുടിച്ചപ്പോൾ അവന് മനസ്സിലായി ദൈവം ആരാന്ന്. ആരാന്ന് ചോദിച്ചവൻ ആരാന്ന് ബോധ്യപ്പെടുത്താൻ ദൈവത്തിനറിയാം. നീ അതിനായിട്ട് ബന്ധപ്പെടുകയൊന്നും വേണ്ട. നിന്നിച്ച നിനക്കൊരു വഴി തുറക്കും. നീ ആ വഴി അക്കരെ കയറും. വഴി തുറക്കാൻ വേണ്ടിയിട്ട് ആരും റോഡ് വെട്ടണ്ട, പാലം പണിയണ്ട. ഒരു കൊച്ചു കിഴക്കൻ കാറ്റടിച്ചാൽ മതി. ഒരു കിഴക്കൻ കാറ്റടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ദൈവത്തിനെ ആശ്രയിക്കുന്നവന് വേണ്ടി വഴി തുറക്കാൻ ഇന്ന് പകൽക്കാലം ഒരു ചെറിയ കിഴക്കൻ കാറ്റടിച്ചാൽ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബത്തിന് വേണ്ടി ദൈവം ആ കാറ്റടിപ്പിക്കുകയാ. ഹല്ലേലൂയ. തകർന്നുപോയ, ശത്രു കുപ്പക്കുന്നാക്കിയ യെരൂശലേമിനെ പണിയാൻ സെരൂബാബേൽ വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു വലിയ മഹാപർവ്വതം. പ്രൈസ് ദി ലോർഡ്. അവൻ പർവ്വതം കണ്ട് പേടിച്ച് വിറച്ചെന്നല്ല, അവനൊരു ചോദ്യം ചോദിച്ചു, മഹാപർവ്വതമേ നീ ആര്? എടാ, ദൈവത്തെ സേവിക്കുന്ന എൻ്റെ മുമ്പിൽ വഴി തടയാൻ നീ ആരാ? എന്നിട്ട് അവന് ചോദിച്ചേ, അധികാരമുള്ളവരെ ചോദിക്കാവുള്ളൂ, അഭിഷേകമുള്ളവൻ ചോദിക്കണം. എൻ്റെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കാൻ നീ ആരാ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കൃപ കൃപ എന്നെ ആണിക്കല്ല് കയറ്റി. വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാവിലെ അല്ലെ ചില പർവ്വത സമാനമായ പോരുകളെ ആത്മാവ് പ്രവചിച്ച് ദൂത് പറയുകയാ. ചില പർവ്വത സമാനമായ പോരുകളെ സമഭൂമിയാക്കുന്നത് പോലെ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കണ്ട. ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചു. ഒരു മെതിവണ്ടി പോലെ, ഒരു ബുൾഡോസർ പോലെ നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചില പർവ്വത സമാനമായ വിഷയങ്ങളെ ഇടിച്ചു നിരത്തുന്നത് പോലെ നീ ആത്മാവി ചോദിക്ക, ആത്മാവി പ്രതികരിച്ച് ഹല്ലേലൂയ. സെരൂബാബേലിന്റെ മുമ്പാകെയുള്ള മഹാപർവ്വതമേ നീ ആര്? നീ ആര്? നീ സമഭൂമിയാകും. ഓ റബലബബബസ്. ഹല്ലേലൂയ. 2026 മാർച്ച് മാസം 15-ാം തീയതി പകൽ ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ചില മഹാപർവ്വതമായ വിഷയങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇല്ല. ഇന്ന് പകൽ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗം ദൂതനെ ഇറക്കി. ഇന്ന് പകൽ ആ മഹാപർവ്വത സമാനമായ വിഷയങ്ങളെ, നിന്റെ വഴിയെ അടച്ച, നിന്റെ നന്മയെ മുടക്കിയ, നിന്നെ വെല്ലുവിളിച്ച ചില പോരുകളുടെ നേരെ ദൈവത്തിന്റെ കര ചലിക്കുകയാ. ഓ റബലബബസ്. ഭയം മാറ്റിക്കേ, മനസ്സിന് ഭയം മാറ്റിക്കേ. ഒന്ന് ധൈര്യപ്പെട്ടേ. ആ പർവ്വതം അവിടെ ഇല്ല, ആ ചെങ്കടൽ അവിടെ ഇല്ല. ഒരു കിഴക്കൻ കാറ്റടിച്ചിട്ടുണ്ട്, വഴി ഓപ്പൺ ആയിട്ടുണ്ട്. അത് ആത്മാവുള്ളവൻ ഇപ്പൊ കാണാൻ കഴിയും. വഴി തുറന്നു കഴിഞ്ഞു. ദൈവം തുറന്നതാ, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറന്നതാ, ആർക്കും വചനം അയച്ചു തുറന്നതാ, ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല.
ഓ റബാലമാന രഗദ റൗഷ സംദരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി വന്നെന്ന് കണ്ടപ്പോൾ ഭക്തനൊരു ഭയങ്കര തീരുമാനമെടുത്തു. അതിന്റെ 12ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഈ വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ ചാടി കയറി വല്ലതൊക്കെ ചെയ്യാമെന്നും ചെയ്തു കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിടുതൽ കിട്ടിക്കഴിഞ്ഞ് തിരക്കായപ്പോൾ പല കാര്യവും മറന്നുപോയി കാണും. നമ്മുടെ കുഴപ്പമല്ല, മറവി നമുക്കുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പോൾ ഗത്തിൽ വെച്ച് സങ്കീർണമായ പ്രശ്നത്തിന് മുമ്പിൽ ഒരു മൃഗയുദ്ധം കഴിഞ്ഞ് ജയിച്ചവനെ പോലെ ജയിച്ചവൻ പറയുകയാണ്, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾ നിന്റെ സന്നിധിയിൽ ഞാൻ പലപ്പോഴായി എടുത്തിരിക്കുന്ന ദൈവത്തിനുള്ള എൻ്റെ നേർച്ചകളെ ഞാൻ കഴിക്കും. നീ ദൈവത്തോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധി വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? ദൈവവുമായി ചില കാര്യങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? ഒന്നോർത്തു. പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയാതെ പോയ നീ സുവിശേഷം പറയാമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? നീ ട്രാക്ട് കൊടുക്കാമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു? ഹലോ, നിനക്കേ അറിയത്തുള്ളൂ. നീ മറന്നാലും ദൈവം എന്ത് ചെയ്യത്തില്ല. ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായ നെബൂഖദ്നേസർ വലിയ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പം ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യം നെബൂഖദ്നേസറിന് വേണ്ടി ദൈവം ഓർത്തെന്ന. അപ്പം ദൈവത്തിന് വേണ്ടി ആര് ചെയ്താലും ദൈവം എന്ത് ചെയ്യും? ഓർക്കും. അതിനിപ്പോൾ നെബൂഖദ്നേസറിനൊന്നും വിഷയമില്ല, ഒരു ജാതീയ രാജാവാണ്. പക്ഷെ അവൻ ചെയ്തത് ഒരാവശ്യം വന്നപ്പോൾ ആര് ഓർത്തു? ആകാബ് ഒരു ഗുണമില്ലാത്തവനാ, പെണ്ണും പിള്ള പറയുന്ന എല്ലാം കേട്ട് വേണ്ടത് എല്ലാം ആവശ്യമില്ലാത്ത ചെയ്യുന്നവനാ. പക്ഷെ ആകാബിനോട് ദൈവം എന്ത് ചെയ്തു? കരുണ കാണിച്ചു. അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നോട്, പരമാർത്ഥമായി പിൻഗമിക്കുന്ന നിന്നോട് കരുണ കാണിക്കാതിരിക്കുമോ? ഇന്ന് രാവിലെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തേ. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ കഴിക്കും. ഒന്ന് തീരുമാനിച്ചേ, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ കഴിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്ന് രാവിലെ.